ആ കൂട്ടുകാരെ, എനിക്കിഷ്ടമുള്ളൊരു സുന്ദരി ഉണ്ടായിരുന്നു. അവളുടെ പേര് മുല്ലപ്പൂവിൻ്റെ പേരാണ്. ഇംഗ്ലീഷിൽ മുല്ലപ്പൂവിന് എന്തോ പറയുന്നത് ഞാൻ പറയത്തില്ല. ഒരു വളവിലൊരു കാലൊച്ച കണ്ട. ഇത് ഒരു വളവാണ്. ഈ വളവിൽ ഞാൻ അവളെ കാത്തിരിക്കും. കാത്തിരിപ്പൂ കൺമണി കണ്ട. ആ റോഡ് വളഞ്ഞു. ഈ ഭാഗത്താണ് ഞാൻ അവളെ കാത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ പല നാളും ഞാൻ ഇവിടെ കാത്തിരുന്നു, പക്ഷെ കണ്ടില്ല. ഒരു കാലങ്ങളിൽ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഒരു ചീനിപ്പുരടങ്ങളായിരുന്നു. അത് സുന്ദരിയായ എന്തോ പറയുന്നത് മുല്ലപ്പൂവിനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അപ്പോൾ അവളെ സൗന്ദര്യം നോക്കണം, എന്തുമായിരിക്കുന്നു. ഏഴഴകുള്ളൊരു സുന്ദരി നീ. അവളെ സ്നേഹിച്ചു. അവസാനം എന്ത് പറ്റി? സ്നേഹത്തിൽ പറ്റിയ പാളിച്ചെന്ന് പറഞ്ഞാൽ, എനിക്ക് സ്വന്തമായിട്ട് പറങ്ങാണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ മരിക്കുന്നവരെ എൻ്റെ പറങ്ങാണ്ടി ഞാൻ ഒരിക്കലും അത് ചുട്ട് തിന്നണമെന്ന് താല്പര്യപ്പെട്ടില്ല. പക്ഷേ അവളെ സമുദായം വേറെ ആയതുകൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിത്തോട് ചുട്ട് ആ തോട് കളഞ്ഞാൽ സംബന്ധം സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അറിയണം, അണ്ടിയുടെ തുമ്പ് കളയണമെന്ന്. ശരിക്കും താല്പര്യമില്ല. ദൈവം തന്ന ഒന്നും കളയണ്ട. ദൈവം തന്നതല്ലാതെ ഒന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാൻ അവളെ കളയുകയും കുറച്ച് നാൾ എനിക്ക് വിഷമമായി. പിന്നെ ഞാൻ വിചാരിച്ച്, എന്തിനു വേറൊരു സൂര്യോദയം, ഇന്ന് നീ എന്നരികിലില്ലേ. ആരാ? പ്രകൃതി. ഈ പ്രകൃതി ഉള്ളപ്പോൾ ഞാൻ ഇതിനെ ആരെ സ്നേഹിക്കണം? പ്രകൃതിയാണ് എനിക്ക് ഏറ്റവും വലുത്. മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ സ്നേഹിച്ച് കൃഷിയെ അപ്പോഴും മനസ്സിലാക്കി. എൻ്റെ പല മക്കളും പ്രസവിക്കുന്നുണ്ട്, പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്, വിത്തുൽപാദിപ്പിക്കുന്നുണ്ട്. വണ്ടുകൾ മുഖേന ഞാൻ കണ്ടാ എൻ്റെ മക്കളുകൾ, വാഴകൾ എല്ലാം നിൽക്കുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി സ്നേഹം. എന്തിന് നമുക്ക് കൃഷി നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു വാഴയോ ഒരു തെങ്ങോ വെച്ചിട്ട് 6-7 വർഷം അവനെ നോക്കി ചെല്ലിയൊന്നും വരാതെ, അതായത് കാമുകന്മാർ വന്ന് ചെല്ലി അവനെയൊക്കെ കുത്തിപ്പറിച്ച് കളഞ്ഞിട്ട് ആ തെങ്ങിനെയൊക്കെ നേരെ എടുത്ത് കായ്ച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ, അവന് ഒരു കാപല ഉണ്ടാക്കി എടുക്കുകയെന്ന് പറഞ്ഞാൽ അതാണ് ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ ചുമതല. മക്കളെ അയച്ചു കഴിഞ്ഞാൽ പിന്നെയും വരും. ഓഹരി ചോദിച്ച് പിന്നെ വിവാഹം കഴിച്ചാൽ പിന്നെ കൊച്ചിൻ്റെ അരിഞ്ഞാണം കെട്ട്, കൊച്ചിൻ്റെ സ്കൂളിൽ പോകുമ്പോൾ ബുക്ക്, പേന എല്ലാം വേണം. പക്ഷേ കൃഷിയെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ആ തേങ്ങയോ ആ കരിക്കുണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സ്നേഹിക്കേണ്ടത് സ്വന്തം മക്കളെയും ആരെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്? ഈ പ്രകൃതിയെയും ഈ കാണുന്ന പൂച്ചെടി പോലും ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. എന്താ? ഇതെൻ്റെ മൂത്ത മോൻ, ഇതെൻ്റെ ഇളയ മോൻ. ഇവനെ പിഴിഞ്ഞ് കാലി ഓടിച്ചാൽ ഒരു മുറിവ് വരിയും. തിരിച്ചൊരു മോളെ വിളിക്കണമെങ്കിൽ അവിടെ അമേരിക്കയിലായിരിക്കും. അവൾ വരുമ്പോഴത്തേനും നമ്മളിവിടെ പുഴുത്ത് മാറി കിടക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ പച്ചപ്പിനെ നമ്മൾ ഇരിക്കണം. ഇതിന് പ്രത്യേകത ഉണ്ട്. ഈ ഒരു ഇല പറിച്ച് കയ്യിലോട്ട് വെച്ച് അടിച്ചാൽ പടക്കം പൊട്ടുന്നവരെ പൊട്ടും. അതൊക്കെ അറിയണമെങ്കിലേ നാട്ടിൻ പുറത്തോട്ട് ഇറങ്ങി വരണം. 10-15 നിലയിൽ ഞാനങ്ങ് താമസിക്കുന്ന ഫ്ലാറ്റിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മഴ കാണുന്നില്ല, സ്പ്രേ പോലെ. അവർക്കൊരു ഒരു ഒരു വിറവ് കത്തിക്കാൻ അറിയത്തില്ല, ഒരു മണ്ണില്ല, ഒരു 400 സ്ക്വയർ ഫീറ്റ് മൂടിക്കിടക്കുന്ന ഒരു ഇരുണ്ട കടന്തൽ കൂട് മാത്രം കുടുംബം. അതാ വലുതെന്നാണ് പറയുന്നത്. എന്നിട്ട് വിളിക്കുക, വാ പോവാന്ന്. എവിടെ പോവാന്? തൂറാൻ പറ്റുമോ?